ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് എന്തെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്രകാരം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ അക്കൗണ്ട്സ് എന്നതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാസ് കീസ് എന്ന പുതിയ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ആൻഡ്രോയിഡ് ഡിവൈസ് എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് നിലവിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്രകാരം ഈ ഒരു പാസ് കീ യൂസ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്താണ് എന്ന് നോക്കാം. ഇതിനായി ആദ്യം നമുക്ക് ഈ പാസ് കീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പറയുന്നുണ്ട് എ സിമ്പിൾ വേ ടു സൈൻ ഇൻ സേഫ്ലി. അതായത് വളരെ സിമ്പിളായ ഒരു മെത്തേഡ് നമ്മുടെ വാട്സപ്പിൽ ലോഗിൻ ചെയ്യുന്നതിന് എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് എ പാസ് കീ എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു പാസ് കീ ക്രിയേറ്റ് ചെയ്യാം. എല്ലാ വാട്സപ്പ് യൂസേഴ്സും തീർച്ചയായും ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതാണ് ഈ ഒരു പാസ് കീ എന്നത്. ഇപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് പാസ് കീ എന്ന് വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ വാട്സപ്പ് നമ്പർ അതുപോലെ നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസ് യുവർ സ്ക്രീൻ ലോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺഫേം യുവർ ഫിംഗർ പ്രിൻറ്റ് സോ ദാറ്റ് വാട്സപ്പ് ക്യാൻ വെരിഫൈ ഇറ്റ്സ് യു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് കൊടുത്തതിന് ശേഷം ഇപ്രകാരം നമ്മൾ ഇവിടെ ഒരു പാസ് കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് ഓപ്ഷനാണുള്ളത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഞാൻ ഈ ഫിംഗർ പ്രിൻറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് പാസ് കീ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ID ഇപ്രകാരമെല്ലാം കൊടുത്തു നിങ്ങൾക്ക് ഈ ഒരു പാസ് കീ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്താണ്. അപ്പോൾ ഇപ്രകാരം നമ്മൾ ഈ പാസ് കീ എല്ലാം സെറ്റ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്രകാരം SMS ആയി നമ്മുടെ 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ടതായി വരില്ല. അതായത് ഇനി നമുക്ക് നമ്മുടെ ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ പിൻ കോഡ് എല്ലാം കൊടുത്തു തന്നെ നമ്മുടെ 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണിത്. ഇതുവരെ നിങ്ങൾ പാസ് കീ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇത്തരത്തിലൊരു പാസ് കീ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് എല്ലാം അൺലോക്ക് ചെയ്യുന്നതിന് ഫേസ് ID ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ പിൻ എല്ലാം യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്